സൂക്ഷ്മദർശിനി എന്ന ചലച്ചിത്രത്തിന്റെ കഥ പറയുന്ന രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. കഥ തുടരുകയാണ്. പ്രിയ പോയി തന്നെ സ്റ്റെഫിയോട് കാര്യം ചോദിച്ചു. പക്ഷെ അത് സ്റ്റെഫി ആയിരുന്നില്ല. അമ്മച്ചി മിസ്സിംഗ് ആയതു മുതൽ താനാണ് അതിന് കാരണമെന്ന പോലെ വലിയ അകലത്തിലാണ് മാനുവൽ ബിഹേവ് ചെയ്യുന്നത് എന്നായിരുന്നു സ്റ്റെഫി പറഞ്ഞത്. വാട്സപ്പ് ചാറ്റുകളും അതിന് തെളിവായി സ്റ്റെഫി കാണിച്ചു കൊടുത്തു. അമ്മച്ചിയെ പ്രിയ കണ്ടിരുന്നു എന്ന കാര്യം കൂടി അറിഞ്ഞ സ്റ്റെഫിക്ക് കൂടുതൽ ചില സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. അമ്മച്ചി മിസ്സിംഗ് ആയ ദിവസം ഉച്ചയ്ക്കൊന്നും താൻ ഉറങ്ങാത്തതാണെന്നും അന്നത്തെ ജ്യൂസ് കുടിച്ച ശേഷമാ താൻ മയങ്ങിപ്പോയത് എന്നും സ്റ്റെഫി ഓർത്തെടുത്ത് പറഞ്ഞു. ആ ജ്യൂസ് പ്രിയയും കഴിച്ചതല്ലേ? പ്രിയയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്ന് സ്റ്റെഫി അന്വേഷിച്ചു. ഇല്ലെന്നായിരുന്നു പ്രിയയുടെ മറുപടി. അവർ സംസാരിച്ചിരിക്കെ ഡയാനയുടെ മെസ്സേജ് പ്രിയയെ തേടിയെത്തി. ന്യൂസിലാൻഡിലെത്തിയോ എന്ന മട്ടിൽ പ്രിയ ചോദിച്ചു. എത്തിയെന്നായിരുന്നു ഡയാനയുടെ തിരികെയുള്ള മെസ്സേജ്. മെസ്സേജ് അയച്ച് സംസാരിക്കുന്നതിനിടയിൽ പ്രിയ ചോദിച്ചു, അമ്മച്ചിയും മാനുവലും തമ്മിൽ എല്ലാം ഓക്കെയല്ലേ? ആണല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഡയാന പോയെന്ന് രാത്രി ഞാൻ അമ്മച്ചിയെ നിങ്ങളുടെ വീട്ടിൽ കണ്ടായിരുന്നു. ഏയ് ഒരിക്കലുമില്ല, അമ്മച്ചി ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഡയാനയുടെ മറുപടിയും വന്നു. ഓ അതാണല്ലേ നീ അന്ന് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയത്. അവിടെ നിന്ന് അസാധാരണമായി വല്ലതും കണ്ടോ? ഡയാനയുടെ ചോദ്യം വന്നു. ഇല്ലെന്ന് പ്രിയ മറുപടിയും അയച്ചു. അന്ന് രാത്രിയിൽ പ്ലംബിംഗ് ലീക്കേജ് വഴി ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ പുറത്തു വന്ന ഭാഗത്ത് ചാക്കുകെട്ടുകൾ കൊണ്ടുവന്നിട്ട് മറയ്ക്കുവാൻ മാനുവൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ ജനൽ വഴി അസ്മാദ് നോക്കിക്കണ്ടു. അപ്പോ തന്നെ അസ്മാദ് പ്രിയയെ വിളിച്ചു പറഞ്ഞു. പ്രിയ വീട്ടിലെ ചെറിയ ജാലകം വഴി അത് നോക്കിക്കാണുകയും ചെയ്തു. പിറ്റേന്ന് പുലർച്ചെ ഒരു മെസ്സേജ് കണ്ട് ഞെട്ടലോടെയായിരുന്നു മാനുവൽ ഉറക്കമുണർന്നത്. ഓടിച്ചെന്ന് മുകളിലുണ്ടായിരുന്ന ജോണിനെ മാനുവൽ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ന്യൂസിലാൻഡിൽ നിന്ന് അവള് വരുമെന്ന് മെസ്സേജ് ഉണ്ട് എന്ന് ജോണിനോട് പറഞ്ഞ അവൻ എത്രയും വേഗം കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം എന്നാവശ്യപ്പെട്ടു. ഉടനടി വീണ്ടും പ്രത്യേക വസ്ത്രമൊക്കെ അണിഞ്ഞ് തയ്യാറെടുത്ത ജോൺ പ്ലാസ്റ്റിക് കവറുകളാൽ പൊതിഞ്ഞ് ആ മുറിക്കകത്തേക്ക് കയറി ബാത്റൂമിനകത്ത് ചെന്ന് ബാക്കി ജോലികൾ കൂടി ചെയ്യാൻ ആരംഭിച്ചു. പാനിക്കായ മാനുവൽ അങ്കിളിനെ വിളിച്ചു. അങ്കിൾ മാനുവലിനോട് ന്യൂസിലാൻഡിൽ നിന്ന് വരുമ്പോ അവളെ മറ്റാരും പിക്കപ്പ് ചെയ്യാതെ നോക്കണമെന്നും അവൻ തന്നെ അടുത്ത ദിവസം പോയി പിക്ക് ചെയ്യണം എന്നും മാനുവലിനെ അറിയിച്ചു. ജോൺ തന്റെ ജോലികൾ വളരെ വേഗത്തിൽ നീക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് റൂം പഴയ രീതിയിൽ സജ്ജീകരിച്ചു. വേസ്റ്റുകളൊക്കെ കവറുകളിലായി കെട്ടി റൂമിന്റെ ഒരു ഭാഗത്തായി വെച്ചു. അടുത്ത ദിവസമായി മാനുവൽ പുറത്തുപോയതും മാനുവൽ ചാക്കുവെച്ച് മറയ്ക്കാൻ ശ്രമിച്ചത് എന്താണ് എന്ന് നോക്കുവാൻ പ്രിയയുടെ നേതൃത്വത്തിൽ അസ്മയെയും സുലുവിനെയും അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അസ്മ പോയി കോളിംഗ് ബെല്ലടിച്ചു. സുലു ചാക്കുകെട്ടുകൾ വെച്ച് മറച്ച ഭാഗം പരിശോധിച്ചു. അതിന് പിന്നിൽ പുതുതായി പെയിന്റ് അടിച്ചതായി അവൾ മനസ്സിലാക്കി. അത് ചുരണ്ടി നോക്കാൻ പ്രിയ പറഞ്ഞപ്പോ സുലു അത്തരത്തിൽ പ്രവർത്തിച്ചു. അപ്പോഴേക്കും വാതിൽ തുറന്ന് ജോൺ പുറത്തു വന്നിരുന്നു. ജോണിനെ കണ്ടതും അസ്മ ഭയപ്പെട്ടു. പിന്നാലെ ഒരു തരത്തിൽ അവിടെ നിന്നും സുലുവും അസ്മയും വലിയുകയാണ്. ആ സമയത്താണ് ആന്റണിയുടെ ഫോൺ കോൾ പ്രിയയെ തേടിയെത്തുന്നത്. അമ്മച്ചിയെ തിരികെ കിട്ടിയെന്ന് മാനുവൽ വിളിച്ചു പറഞ്ഞെന്നും അവർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, താനും വരികയാണ് എന്ന് പറഞ്ഞായിരുന്നു ആന്റണി വിളിച്ചത്. പ്രിയയുടെ മുഖത്ത് വലിയ സംശയങ്ങൾ വീണ്ടും ഉടലെടുക്കുന്നുണ്ടായിരുന്നു. നാഗമ്പടത്തിനടുത്തുള്ള ഒരു ഓർഫനേജിൽ നിന്നായിരുന്നു അമ്മച്ചിയെ കണ്ടുകിട്ടിയത്. കൃഷ്ണേട്ടനിൽ നിന്നും സരോജിനി ചേച്ചിയും ചുറ്റുവട്ടത്തുള്ള ഏവരും ആ വിവരമറിഞ്ഞു. അമ്മച്ചി തിരികെ വരികയും മാനുവൽ അമ്മച്ചിയെ നല്ലപോലെ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതും സുലുവും അസ്മയും തങ്ങളുടെ തെറ്റിദ്ധാരണകളായിരുന്നു ഓക്കെയെന്ന് അംഗീകരിച്ച് സംസാരിക്കാൻ തുടങ്ങി. പ്രിയയെ കുറ്റപ്പെടുത്തുന്ന പോലായിരുന്നു അവരുടെ വാക്കുകളിൽ ചിലത്. പ്രിയക്കാണെങ്കിൽ അപ്പോഴും സംശയമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സ്റ്റെഫനി മാനുവലിനോട് മാറി നിന്ന് സംസാരിക്കാൻ ശ്രമിച്ചപ്പോ പ്രിയ വിദഗ്ധമായി അമ്മച്ചിയുടെ മുറിയിലെത്തി. അമ്മച്ചിയോട് അമ്മച്ചി എവിടായിരുന്നു? അമ്മച്ചി ഓക്കെയല്ലേ? ഡയാന പോയെന്ന് രാത്രി ഞാൻ അമ്മച്ചിയെ കണ്ടതാ. എന്നിട്ടും മാനുവൽ എന്തിനാ അമ്മച്ചി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞത് എന്നൊക്കെ അമ്മച്ചിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അമ്മച്ചി കുറച്ച് പരിഭ്രാന്തിയാവുന്നുണ്ടായിരുന്നു. പക്ഷേ കൂടുതലായി അവൾക്കെന്തെങ്കിലും ചോദിക്കാൻ പറ്റുന്നതിന് മുമ്പേ മാനുവൽ കടന്നു വന്നു. അവൾ ഇറങ്ങാൻ നേരം മാനുവൽ പ്രിയയോട് പറഞ്ഞു, എനിക്ക് അമ്മച്ചി കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. പ്രിയക്കപ്പോഴും സംശയങ്ങൾ ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോ പ്രിയ ഡയാനക്ക് മെസ്സേജ് അയച്ചു. ഡയാന, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമായിരുന്നു. ക്യാൻ ഐ കോൾ നൗ? ഇതേ സമയം മാനുവലിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. മാനുവൽ ഫോൺ എടുത്തു തുറന്നു. അത് ഡയാനയുടെ ഫോണായിരുന്നു. പ്രിയ അയച്ച മെസ്സേജ് ആയിരുന്നു അതിലപ്പോൾ വന്നത്. വീട്ടിലേക്ക് നടക്കുമ്പോൾ ആന്റണി ചോദിച്ചു, നിനക്ക് സമാധാനായില്ലേ? വെറുതെ നിന്റെ ഓരോ സംശയങ്ങൾ. പ്രിയ മറുപടിയൊന്നും പറഞ്ഞില്ല. അവളുടെ ഉള്ളിൽ അപ്പോഴും സംശയങ്ങൾ ഉണ്ടായിരുന്നു. അമ്മച്ചി മിസ്സിംഗ് ആയതുകൊണ്ട് ഇനിയും ഇവിടെ തുടരുന്നില്ലെന്നും ബന്ധുക്കളൊക്കെയുള്ള പഴയ വീടിന്റെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് എന്നും മാനുവൽ എല്ലാവരെയും അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി രാത്രിക്ക് രാത്രി സാധനങ്ങൾ പാക്ക് ചെയ്തു.
കൂട്ടത്തിൽ അവരുടെ രഹസ്യ വസ്തുക്കളും കയറ്റി. പ്രിയ അയച്ച മെസ്സേജിന് ഡയാനയുടെ മറുപടി വന്നിരുന്നില്ല. രാത്രിയിൽ പ്രിയ ഡയാനയെ കോൾ ചെയ്തു. റിങ് ചെയ്യുക മാനുവലിന്റെ അടുത്തുള്ള ഫോണിലാണല്ലോ. മാനുവൽ കോൾ എടുത്തതേയില്ല. അടുത്ത ദിവസം തന്നെ മാനുവൽ അമ്മച്ചിയെയും കൂട്ടിക്കൊണ്ട് ആ വീട് വെക്കേറ്റ് ചെയ്ത് അവരുടെ പഴയയിടത്തേക്ക് തന്നെ പോയി. അന്ന് തന്നെയായിരുന്നു സ്റ്റെഫനിക്കും പ്രിയക്കും 2ാം റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഇരുവരും പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ കാർ നിർത്തിയ പ്രിയ എന്തോ ഒന്ന് തന്റെ കൂട്ടുകാരിയെ കണ്ട് കൂട്ടുകാരിയുടെ കയ്യിലേക്ക് കൈമാറി. ശേഷം അവർ ഇന്റർവ്യൂ നടക്കുന്നിടത്തെത്തി. പ്രിയക്കപ്പോഴും ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. പ്രിയ വീണ്ടും ഡയാനയെ കോൾ ചെയ്യാൻ ശ്രമിച്ചു. കോൾ കിട്ടുന്നില്ല. ഇതേ സമയം എയർപോർട്ടിൽ ന്യൂസിലാൻഡ് വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു. ഇതേ സമയം മറുവശത്ത് മാനുവലാകട്ടെ ഒരിടത്തു നിന്ന് കുറെ വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ പാസ്പോർട്ടും ഉണ്ടായിരുന്നു. വൈകാതെ ആ വസ്തുക്കൾ അത്രയും ഡയാനയുടേതാണെന്ന് വളരെ വ്യക്തമാവുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയം പ്രിയ ഇന്റർനാഷണൽ കോൾ ആക്ടിവേറ്റ് ചെയ്ത് ഡയാനയുടെ കോളിലേക്ക് ഡയൽ ചെയ്തു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് മലയാളത്തിലായിരുന്നു പറഞ്ഞത്. അതോടെ ഡയാന തിരികെ ന്യൂസിലാൻഡിലേക്ക് പോയിട്ടുണ്ടാവുമോ എന്ന കാര്യത്തിൽ പ്രിയക്ക് കൂടുതൽ സംശയം തോന്നുന്നു. ഡയാന ന്യൂസിലാൻഡിലേക്ക് തിരികെ പോയിട്ടില്ലെന്നാ തോന്നുന്നേ. സ്റ്റെഫിയോടും അവൾ പറഞ്ഞു. പിന്നാലെ സോഷ്യൽ മീഡിയയിലെ ഡയാനയുടെ പ്രൊഫൈൽ എടുത്ത് പ്രിയ പരിശോധിക്കാൻ ആരംഭിച്ചു. ആ സമയത്താണ് ഡയാന ഒരു സ്വർഗാനുരാഗിയാണ് എന്ന കാര്യം പ്രിയ മനസ്സിലാക്കുന്നത്. ന്യൂസിലാൻഡിലുള്ള മറ്റൊരു ലേഡിക്കൊപ്പം സന്തോഷത്തോടെ ഡയാന കഴിയുന്നുണ്ടായിരുന്നുവെന്നും അവർക്കൊരു കുട്ടിയെ ദത്തെടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നുവെന്നും ഡയാനയുടെ റീൽസിൽ നിന്നും വ്യക്തമായിരുന്നു. ന്യൂസിലാൻഡ് വിമാനത്തിൽ ഡയാനയെ തിരക്കി അന്ന് നാട്ടിലേക്ക് എത്തുന്നതാകട്ടെ ഡയാനയുടെ ആ പാർട്ട്ണറായ തമിഴ് ലേഡിയായിരുന്നു. അതിഥി എന്നായിരുന്നു അവരുടെ പേര്. മാനുവൽ അവരെ കണക്ട് ചെയ്തിരുന്നു. തനിക്ക് എയർപോർട്ടിലേക്ക് വരാൻ പറ്റില്ലെന്നും ഒരു യൂബർ എടുത്ത് താൻ പറയുന്നിടത്തേക്ക് വരാമോ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ന് മാനുവൽ അതിഥിയോട് പറഞ്ഞു. അതിഥിയും യൂബർ എടുത്ത് മാനുവലിനടുത്ത് എത്തിച്ചേരുകയാണ്. ഡയാനയും അമ്മച്ചിയും ബേക്കറിയിലുണ്ടാവുമെന്നും നമുക്ക് അങ്ങോട്ട് പോവാം എന്നും പറഞ്ഞ് മാനുവൽ അതിഥിയെ കാറിൽ കയറ്റി. മറുവശത്ത് പ്രിയയാകട്ടെ ഡയാനയുടെ പാർട്ട്ണറാണ് അതിഥി എന്ന് മനസ്സിലാക്കി ഡയാന ന്യൂസിലാൻഡിൽ എത്തിയിരുന്നു എന്ന് അതിഥിക്ക് മെസ്സേജ് അയച്ച് സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചു. അതിഥിയും മാനുവലും വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇരുവരും സംസാരിക്കുന്നുമുണ്ട്. സംസാരത്തിനിടയിൽ മാനുവലിന് അങ്കിളിന്റെ അടുത്ത് നിന്ന് ഒരു ഫോൺ കോൾ വന്നു. ഫോൺ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയവൻ വെളിയിലേക്ക് വന്നു. അങ്കിൾ അവനോട് ചോദിച്ചു, എന്താ അവൾ പറയുന്നത്? അവൾക്ക് ഡയാനയെ കണ്ടേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. എന്താ വേണ്ടത്? മാനുവൽ അങ്കിളിനോട് ചോദിച്ചു. ഈ സമയം അങ്കിൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ ഫോൺ വാങ്ങി സംസാരിക്കുന്നത് മാനുവലിന്റെ അമ്മച്ചിയായിരുന്നു. അമ്മച്ചിയുടെ ഭാവം തന്നെ വല്ലാതെ മാറിയിരുന്നു. ദുഷ്ടഭാവത്തിൽ അവർ പറഞ്ഞു, അവൾക്ക് ഡയാനയെ കണ്ടല്ലേ പറ്റൂ, കാണിച്ചു കൊടുക്കാം. അമ്മച്ചിക്കും ഡയാനയുടെ തിരോധാനത്തിൽ എന്തോ പങ്കുണ്ട് എന്നതോടെ കൃത്യമായും വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഇതേ സമയം മറുവശത്ത് പ്രിയ അയച്ച മെസ്സേജ് അതിഥി കണ്ടിരുന്നു. അതിഥിയും പ്രിയയും ചാറ്റ് ചെയ്തു. ഡയാന തിരികെ ന്യൂസിലാൻഡിലേക്ക് എത്തിയിട്ടില്ല എന്ന് അതിഥി വഴി പ്രിയ മനസ്സിലാക്കുകയാണ്. കോൾ ചെയ്തും ഇരുവരും സംസാരിച്ചു. ഡയാന അന്ന് ന്യൂസിലാൻഡിലേക്ക് പോകുവാൻ വണ്ടിയിൽ കയറിയത് താനടക്കം എല്ലാവരും കണ്ടതാണെന്നും എന്താ പിന്നെ സംഭവിച്ചത് എന്നും ഡയാന തിരക്കി. അന്ന് ന്യൂസിലാൻഡിലേക്ക് വരാൻ ഡയാന പുറപ്പെട്ടതാണെന്നും പക്ഷേ വഴിയിൽ വെച്ച് അമ്മച്ചിയെ കണ്ടുകിട്ടിയെന്ന് മാനുവൽ പറഞ്ഞപ്പോ ഡയാന തിരികെ വീട്ടിലേക്ക് പോയതാണ് എന്നുമായിരുന്നു അതിഥിയുടെ മറുപടി. കൂട്ടത്തിൽ മാനുവൽ ഡയാനയെ വിളിച്ച് അമ്മച്ചിക്ക് സുഖമില്ലെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഡയാന നാട്ടിലേക്ക് പോകുന്നത് എന്നും അതിഥി പറയുന്നുണ്ടായിരുന്നു. പ്രിയയുടെ സംശയങ്ങൾ കനത്തു. അമ്മച്ചി ഡയാനയ്ക്കൊരു വീഡിയോ അയച്ചിരുന്നെന്നും അത് തന്റെ പക്കലുണ്ട്, അത് താൻ അയച്ചു തരാം എന്നും പറഞ്ഞ് അതിഥി ഒരു വീഡിയോ പ്രിയക്ക് അയച്ചു കൊടുത്തു. അപ്പോഴേക്കും പ്രിയയെ ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നു. ഇന്റർവ്യൂവിന് ഇരുന്നിട്ടും പ്രിയക്കത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതിഥി അയച്ച വീഡിയോ വന്നു. പ്രിയ അത് നോക്കി കണ്ടു. രോഗബാധിതയെ പോലെ അഭിനയിച്ച് അമ്മച്ചി ഡയാനയോട് അവസാനമായി കാണണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വീഡിയോ. അതോടെ ഡയാന അപകടത്തിൽ പെട്ടിരിക്കാമെന്നും അതിഥി ഇപ്പോൾ മാനുവലിന്റെ കൂടെ ആയതുകൊണ്ട് അപകടത്തിലേക്കാണ് പോകുന്നത്, അതൊരു കെണിയാണ് എന്നും പ്രിയ തിരിച്ചറിഞ്ഞിരുന്നു. വേഗത്തിൽ പ്രിയദർശിനി പുറത്തേക്കിറങ്ങി അതിഥിക്ക് മെസ്സേജ് അയച്ചു. താൻ അപകടത്തിലാണ്, മാനുവലിന്റെ കൂടെ പോവരുത്. അപ്പോഴേക്കും മാനുവൽ വണ്ടിക്കകത്തേക്ക് എത്തിയിരുന്നു. അതിഥിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ മാനുവൽ അതിഥിയുടെ മുഖത്തേക്ക് മയക്കുമരുന്ന് സ്പ്രേ ചെയ്തു. അതിഥി മയങ്ങി വീണു. പ്രിയ അതിഥിയെ കോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. തന്റെ സംശയം പ്രിയ ഫോൺ ചെയ്ത് ആന്റണിയോട് പറഞ്ഞെങ്കിലും അമ്മച്ചിയെ വിട്ട് ഇപ്പൊ ഡയാനക്ക് പിന്നാലെയായോ, നീ പോയി മോളുടെ കൂടെ ഇരിക്ക് എന്നായിരുന്നു ആന്റണി പറഞ്ഞത്. പ്രിയ നേരെ ഗ്രേസ് ബേക്കറിയിലേക്ക് വിട്ടു. അങ്ങോട്ടേക്ക് പോകുമെന്നായിരുന്നല്ലോ അതിഥിയൊടുവിൽ ഫോണിൽ പറഞ്ഞിരുന്നത്. അവിടെ ചെന്ന് പ്രിയ കാത്തിരുന്നു. രാത്രി വൈകിയിട്ടും ആരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ പ്രിയ ഇറങ്ങാൻ നേരമാണ് ഗ്രേസ് ബേക്കറിയുടെ പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഒരു പരസ്യം അവൾ കാണുന്നത്. അതോടെ അതിഥിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കാനുള്ള സാധ്യത പ്രിയ ഊഹിച്ചെടുത്തു. അവൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നു. അവൾ അവിടെ എത്തിയതിന് പിന്നാലെ പ്രിയയുടെ കൂട്ടുകാരിയിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. രാവിലെ
പ്രിയ ടെസ്റ്റ് ചെയ്യാൻ കൂട്ടുകാരിയുടെ പക്കൽ ഒരു സാധനം കൊടുത്തിരുന്നല്ലോ. ആ കൂട്ടുകാരി ലബോറട്ടറിയിലാണ് ജോലി നോക്കുന്നത്. അവർ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് പറയാനായിട്ടായിരുന്നു വിളിച്ചത്. ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണെന്നും നീ തന്ന സാമ്പിളില് ആസിഡിന്റെ അംശവും മനുഷ്യ ശരീരത്തിലെ ബോൺ സെല്ലിന്റെ അംശവും കാണാനുണ്ടെന്നും അവർ അവളോടായി പറഞ്ഞു. ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോവണ്ട എന്നും അവർ പ്രിയയെ വാൺ ചെയ്യുന്നുണ്ടായിരുന്നു. സംഭവം എന്തെന്നാൽ പെയിന്റ് അടിച്ചു മറച്ച് ലീക്കേജ് വന്ന ആ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തു നിന്നും സംശയമുണ്ടായിരുന്ന പ്രിയ കുറച്ച് സാമ്പിൾ ചെത്തിയെടുത്തിരുന്നു. അതായിരുന്നു കൂട്ടുകാരിയുടെ പക്കൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അതിന്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതായത് മാനുവലും ജോണും ഒക്കെ ചേർന്ന് ഏതോ ഒരു മൃതശരീരം ആസിഡ് ഒഴിച്ച് പൂർണ്ണമായും ഇല്ലാതാക്കി ക്ലോസറ്റിലൂടെ ഒഴിച്ച് സെപ്റ്റിക് ടാങ്കിലേക്ക് വിട്ടിട്ടുണ്ട്. പ്രിയയുടെ സംശയങ്ങൾ കൂടുതൽ കനത്തു. അതിഥിയോർത്ത് പണിതുകൊണ്ടിരിക്കുന്ന ഔട്ട്ലെറ്റിന്റെ അകത്തേക്ക് പ്രിയ കടന്നു ചെല്ലുകയാണ്. അകത്ത് കടന്നെത്തിയ പ്രിയ അവിടെ അതിഥി ബന്ദിയായി മയക്കത്തിൽ കിടക്കുന്നത് നോക്കിക്കണ്ടു. കൂടെ ജോണും മാനുവലും നിൽക്കുന്നുമുണ്ട്. ഭയന്ന പ്രിയ വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം അകത്തേക്ക് ശബ്ദം കേട്ടു. മാനുവൽ ഉടനടി ജോണിനോട് അതിഥിയെ മാറ്റാൻ പറഞ്ഞു. പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി ചെന്നു. പ്രിയ കാറിൽ കയറി രക്ഷപ്പെട്ട് പോവാൻ തുടങ്ങുകയായിരുന്നു. മാനുവൽ പ്രിയയെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചു. വണ്ടിയോടിച്ച് മാനുവലിനെ ഇടിച്ച് പ്രിയ തന്റെ കാർ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറ്റി. ആ ഇടിയിലും അപകടത്തിലും പ്രിയക്കും ജോണിനും ഒരുമിച്ച് പരിക്കേറ്റ് താഴെ വീണിരുന്നു. പരിക്കേറ്റിരുന്ന പ്രിയ അകത്തേക്ക് കടന്നുവന്ന് അതിഥിയെ തിരയാൻ തുടങ്ങി. അപ്പോഴേക്കും അതിഥിക്കും ബോധം തെളിഞ്ഞിരുന്നു. ഒടുവിലൊരു പെട്ടിയിൽ അടച്ചിട്ട നിലയിൽ അതിഥിയെ പ്രിയ കണ്ടെത്തുകയാണ്. അതിഥിയെ പ്രിയ രക്ഷപ്പെടുത്തി. അപ്പോഴേക്കും മാനുവലിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. മാനുവൽ അത് എടുക്കാൻ പോയപ്പോഴേക്കും പ്രിയ എടുത്തു. അമ്മച്ചിയായിരുന്നു വിളിച്ചത്. നിങ്ങളുടെ പ്ലാനൊക്കെ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് എന്ന് പ്രിയ അമ്മച്ചിയോട് പറഞ്ഞു. പിന്നാലെ മാനുവലിനെ അടിച്ചു വീഴ്ത്തി. വൈകാതെ വിവരം പോലീസിലെത്തി. പോലീസ് കാര്യങ്ങൾ ഏറ്റെടുത്ത് കാര്യമായി അന്വേഷിച്ചു. മാനുവലിനെയും ജോണിനെയും അങ്കിളിനെയും അമ്മച്ചിയെയും അറസ്റ്റ് ചെയ്തു. കാര്യങ്ങൾ പൂർണ്ണമായി തെളിയുകയായിരുന്നു. ഡയാൻ ഒരു സ്വർഗാനുരാഗിയായിരുന്നല്ലോ. തന്റെ പാർട്ട്ണർ അതിഥിക്കൊപ്പം ഒരു കുട്ടിയെയും ദത്തെടുത്ത് വളർത്തി ജീവിക്കാൻ അവൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ തറവാട്ടുകാരും അഭിമാനികളുമായിരുന്ന ഡയാനയുടെ അമ്മയ്ക്കും അങ്കിളിനുമൊന്നും അത് പറ്റില്ലായിരുന്നു. ഡയാനയെ വകവരുത്താൻ അവർ അതോടെ തീരുമാനിക്കുകയാണ്. അതിന് പറ്റിയത് തങ്ങളുടെ ആ വീടാണെന്ന് മനസ്സിലാക്കിയായിരുന്നു അവർ അങ്ങോട്ടേക്ക് എത്തുന്നത്. അമ്മച്ചിക്ക് ഒരു സമയത്തും ഒരു ഓർമ്മക്കുറവും ഉണ്ടായിരുന്നില്ല. പോലീസിന്റെയും ചുറ്റുപാടുമുള്ളവരുടെയും കണ്ണുവെട്ടിക്കാൻ അവർ പ്ലാൻ ചെയ്ത് നടത്തിയ കുറെ വഴികളായിരുന്നു അത്. കൂട്ടത്തിൽ ഡയാനയെ നാട്ടിലെത്തിക്കുവാനും സ്റ്റെഫിയോടൊന്ന് അമ്മച്ചിയുടെ അടുത്തു നിന്ന് മാറി നിന്ന് ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ച ശേഷം നീ ജ്യൂസ് കുടിച്ച് കാണിച്ചാ മതി, അമ്മച്ചി കുടിച്ചോളും എന്ന് മാനുവൽ പറയുന്ന അതേസമയം അമ്മച്ചി തന്നെ ആയിരുന്നു സ്റ്റെഫി കുടിക്കാൻ പോകുന്ന ജ്യൂസിലേക്ക് മയക്കുമരുന്ന് കലർത്തിയത്. സ്റ്റെഫി മയങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം അമ്മച്ചി തന്നെ പുറത്തിറങ്ങി. ആരുടെയും കണ്ണിൽപ്പെടാതെ റബ്ബർ കാട്ടിലൂടെയൊക്കെ നടന്ന് അങ്കിളിന്റെ വണ്ടിയിൽ കയറി കിടന്നു. പിന്നാലെയായിരുന്നു സുഖമില്ലെന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ മെസ്സേജ് ഡയാനയെ തേടിയെത്തുന്നത്. ഡയാന നാട്ടിലെത്തിയതും അമ്മച്ചിയെ ആരുടെയും കണ്ണിൽപ്പെടാതെ മാനുവൽ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. അന്ന് ജോണും മാനുവലും അങ്കിളും ചേർന്ന് ഡയാനയെ വകവരുത്തുമ്പോ അത് കാണാതിരിക്കാൻ അമ്മച്ചി തിരിഞ്ഞു നിന്നിരുന്നു. ആ സമയത്തായിരുന്നു ഉറക്കം ഞെട്ടിയ പ്രിയദർശിനി ജനലിലൂടെ നോക്കിയപ്പോ ജനൽ ഭാഗത്ത് നിൽക്കുന്ന അമ്മച്ചിയെ കണ്ടത്. പ്രിയ ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും റൂമിലെ ലൈറ്റ് ഓഫ് ആയതുകൊണ്ടായിരുന്നു പ്രിയക്ക് പിന്നെ അമ്മച്ചിയെ കാണാൻ പറ്റാതെ പോയതും. കാര്യങ്ങൾ പൂർണ്ണമായി തെളിഞ്ഞു വന്നു. അമ്മച്ചിയും മാനുവലും അങ്കിളും ജോണും ചേർന്ന് നടത്തിയ ദുരഭിമാന കൊല വിവരമറിഞ്ഞ നാട്ടുകാരടക്കം ഏവരും ഞെട്ടിയിരുന്നു. പ്രിയയുടെ ധൈര്യവും മറ്റും അംഗീകരിക്കപ്പെട്ടു. ആ ദൃശ്യങ്ങളോടെ സൂക്ഷ്മദർശിനി എന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.